ബൂതി കളർ, അതെ അതെ, ബൂതി കളർ നല്ല ഡിമാൻഡുള്ളതാണിത്. ഇത് കുഞ്ഞിറക്കാൻ വേണ്ടി പല കളർ നമ്മൾ വെച്ചിട്ടുള്ളത് അതുണ്ട്. ഇതവിടെ നൂലാൻ്റെ 2 നല്ല ലോങ് ടൈൽ മേലിത് എല്ലാം ഹെവി സൈസ് ആയിരിക്കും. കാരണം എല്ലാം 2 വയസ്സ് പ്രായം ഉണ്ടാവും, 1 to 2 വയസ്സ് പ്രായമുണ്ടാവും. നല്ല സൈസ് എന്ന് പറഞ്ഞാൽ 4 kilo 4.5 kilo വെയിറ്റ് വരുന്ന പൂമ. അപ്പോഴേ നമ്മൾ കുഞ്ഞുങ്ങൾ ഇറങ്ങുമ്പോൾ അതനുസരിച്ചുള്ള ക്വാളിറ്റി ഉണ്ടാവുള്ളൂ കുഞ്ഞുങ്ങളിൽ. പക്ഷേ ഇത് നമ്മൾ ബിസിനസ് എന്ന് പറയുന്നതിനേക്കാളും ഭയങ്കര സ്നേഹത്തിനോടുള്ള പക്ഷികളായിരിക്കില്ല. പട്ടാക്കൊണ്ട ഇത് പട്ടാക്കൊണ്ട മേല് വരെയും 2 പട്ടാക്കൊണ്ടുണ്ട്. അപ്പുറത്ത് ഒന്നുണ്ട്, ഞാൻ കാണിച്ചു തരാം. ഇതിൻ്റെ പൂവെന്നുള്ളത് അങ്ങനെ അത്രയും ഒരു മുകളിൽ അത്രയും പൊങ്ങി വന്നിട്ട് കണ്ടില്ലേ, ഒരു ഫ്ലവർ പോലെ ഉണ്ടാവും. ഇത് പട്ടാക്കൊണ്ട പറയും. ഇതിൻ്റെ കുഞ്ഞുങ്ങൾ കുറച്ചുകൂടി ഡിമാൻഡ് കൂടുതൽ തന്നെയാണ്. പേട പട്ടാക്കൊണ്ടയുണ്ട്, നോർമൽ ഒരു ചെറിയ രീതിയിൽ പട്ടാക്കൊണ്ടയുണ്ട്, കാണിച്ചു തരാം. ഉള്ളിലുണ്ട്. ഇത് നമ്മുടെ ഇത് പാരറ്റ് ബീക്കിൽ പെട്ട മെയിൽ തന്നെയാണ്. അപ്പോൾ അത് കംപ്ലീറ്റ് ഫെതേഴ്സ് വളർന്നുകൊണ്ടിരിക്കുകയാണ്. അത് ഇനി ഒരു മാസം 1.5 മാസം നമുക്ക് കംപ്ലീറ്റ് മോൾട്ടിങ് കഴിയും. ഇതൊക്കെ ഇപ്പോൾ ഇങ്ങനെ ഒരു പക്ക ഒരു ബ്രീഡ് എന്ത് റേറ്റ് വരും? ഇത് അത് ക്വാളിറ്റി അനുസരിച്ചുണ്ട്. ഏകദേശം ഒരു 10,000 മുതൽ 5 ലക്ഷം വരെ വിലയുണ്ട് അല്ലേ? 10,000 മുതൽ 5 ലക്ഷം വരെ. അതിൻ്റെ ക്വാളിറ്റി അനുസരിച്ചും ഷൈനിങ് അനുസരിച്ചും ഫെതേഴ്സ് അതിൻ്റെ കളേഴ്സ് അങ്ങനെ എല്ലാം വേരിയേഷൻ വരും. അങ്ങനെ സാധാരണ കത്തിക്കാലായാലും പാരറ്റ് ബീക്കായാലും എല്ലാം അതിൻ്റെ ക്വാളിറ്റി അനുസരിച്ചും കത്തിക്കാലിൽ ഫൈറ്റിങ്ങിൻ്റെ ക്വാളിറ്റി അനുസരിച്ച് വില ഉണ്ടാവും. അപ്പോൾ 5,000 മുതൽ 50,000. ഇതൊക്കെ നമ്മളിപ്പോൾ നോർമലായിട്ടുള്ള ബ്രീഡിങ് പെട്ട അസീൽ തന്നെയാണ്. ഇത് ഗരുഡമൊണ്ടം പറയും ഈ മ്യൂട്ടേഷൻ്റെ പേര്. ഇതൊക്കെ ഇപ്പോൾ ഏകദേശം 6,000 രൂപ വിലയ്ക്കുണ്ട് ഈ മേലൊക്കെ. പക്ഷേ ഇതൊന്നും കൊടുക്കുന്നില്ല. കുഞ്ഞുങ്ങൾ ഉൽപ്പാദനത്തിന് വേണ്ടി ഏകദേശം ഒരു 10-12 മേലുകൾ നമ്മളിത് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. 6,000 രൂപയോളം വില? വില വരുന്നുണ്ട്. വില ചോദിച്ചതാണ്, നമ്മൾ കൊടുത്തിട്ടില്ല. കാരണം കുഞ്ഞുങ്ങൾ പല കളേഴ്സിന് വരാൻ വേണ്ടിയിട്ട് നമ്മൾ കൊടുത്തിട്ടില്ല. ഇതെല്ലാം ബ്രീഡിങ് പർപ്പസ്. ഇത് കാകം പറയും, ഓരോ പേരുണ്ട്. കാകം പറയും. ഇത് വന്നിട്ട് നൂലാൻ പറയും, നൂലാൻ വള്ളൂർ എന്നൊക്കെ പറയും, അങ്ങനത്തെ വെറൈറ്റിയാണ്. ഇത് വന്നിട്ട് നമ്മളൊരു ഇൻക്യുബേറ്റർ, നാച്ചുറൽ ഇൻക്യുബേറ്റർ പറയും. അതായത് നമ്മൾ കോഴിയിൽ അണയിരുത്തിയിട്ടാണ് കുഞ്ഞു വിരിപ്പിക്കുന്നത്. അതുകൊണ്ട് നമുക്ക് ഒരുപാട് കോഴികളുണ്ട്, ഒരുപാട് റാക്ക് ആവശ്യമുണ്ട്. അപ്പോൾ അതിലൊരു റാക്കാണിത്. ഇപ്പോൾ കോഴിയിൽ കുറച്ച് മറ്റുള്ള റാക്കുകളുണ്ട്. ഇപ്പോൾ ഇവിടെയും വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് അടുത്ത് വന്ന് മനസ്സിലാവും. ഈ കോഴിയിലൊന്നും ഓരോ റാക്കിൽ നമ്മൾ വെച്ചിരിക്കുകയാണ്. കോഴിലിങ്ങനെ ഉള്ളിലാണ് വെച്ചിട്ട് അണ വെച്ചിട്ട് കുഞ്ഞു മുട്ടയൊക്കെ വിരിപ്പിക്കാൻ വേണ്ടി മുട്ടയൊക്കെ കോഴിലടിയിൽ വെച്ചിട്ടുണ്ട്. നോക്കിക്കോളും. ഇത് ഇങ്ങനെ അണവയ്ക്കാൻ കൊടുത്തിട്ടുണ്ട്. ഓക്കെ. അപ്പോൾ കോഴിയിൽ കുഞ്ഞു വിരിച്ച് വരുമ്പോൾ ഓരോന്നും വളരെ സേഫ് ആയിരിക്കും. പക്ഷേ വളരെ നമ്മൾ ദിവസവും ഈ കോഴിനെ എടുത്തു വിട്ടിട്ട് വെള്ളം തീറ്റി വെച്ച് വീണ്ടും അകത്ത് വിടും. ഇങ്ങനെ ഇതിന് പുറത്തേക്ക് വിടും. പുറത്ത് ഇതുപോലെ ഇത് മറ്റേ റിങ്ങിനകത്ത് വിട്ടിട്ട് ഒരു 10 മിനിറ്റ് റിഫ്രഷ് ചെയ്തിട്ട് വീണ്ടും എടുത്ത് വിടും. ദിവസവും വെള്ളവും തീറ്റിയും വെച്ച് കൊടുക്കും. ഇത് ഏകദേശം ഒരു 18 റാക്ക് ഉണ്ട്. ഇതുപോലെ നമുക്കൊരു 10, 20 ഏകദേശം ഒരു 40 കോഴി ഇങ്ങനെ സെപ്പറേറ്റ് വെക്കാനുള്ള സംവിധാനം. ഇതിനുള്ളിൽ നമുക്ക് മണൽ കിട്ടാത്ത ബുദ്ധിമുട്ടുണ്ട്. എംസാൻഡും അതേപോലെ നമ്മുടെ ഈ കോഴി പക്ഷി ഫാമിൽ കിട്ടുന്ന തേനയുടെ വേസ്റ്റ് ഉണ്ട്. ഈ രണ്ടും കൂടി മിക്സ് ചെയ്തിട്ടാണ് ഇങ്ങനെ റെഡിയാക്കി വെച്ചത്. അടുത്തടുത്ത് കോഴി അണവന്നതും നമ്മൾ ഈ കൂട്ടിനകത്ത് കയറ്റിയെടുത്തിട്ട് സെപ്പറേറ്റ് വെള്ളം തീറ്റിയും വെച്ച് കൊടുക്കും. ഇതാണ് ഈ പട്ടാക്കൊണ്ടയുടെ ഫീമെയിൽ വെച്ചില്ല. ഇതാണ് പട്ടാക്കൊണ്ടയുടെ ഫീമെയിൽ. അത് ഫീമെയിലിൻ്റെ തലയിലും പട്ടാക്കൊണ്ട ഉണ്ടാവും. ആ ഫ്ലവർ ഇല്ലേ, അത് തന്നെയാണ് അതിൽ ഇമ്പോർട്ടൻറ്റ്. ആ ഫ്ലവർ സൈറ്റ് ആയിട്ട് നിൽക്കും. അത് മേല്, ഇത് ഫീമെയിൽ പട്ടാക്കൊണ്ടയുടെ. അതിൻ്റെ വേറെ കളറാണ് മാത്രം. ഫ്ലവർ അതിനേക്കാളും നല്ല ഭംഗിയുണ്ടാവും പട്ടാക്കൊണ്ട മേല്. അങ്ങനെ ഓരോ ബ്രീഡ് നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് അതിന് മേലിൽ കുറച്ച് ക്വാളിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഒരു 10 ദിവസം റെസ്റ്റ് വിടുക. ഒരാൾ റെഡിയായതിനു ശേഷം വീണ്ടും അവന് ബ്രീഡിനെ കൊണ്ടുപോയി വിടും. ആവശ്യക്കാർ തിരിച്ചിട്ടുണ്ട്. പൂവ് ഇതിൽ നാടൻകോഴി ഇല്ല. ഇതിൽ നാടൻകോഴിയിലൊക്കെ പൂവ് വരും. പക്ഷെ അത് അസീലിൽ വരുന്ന പൂവ് പട്ടാക്കൊണ്ട വരും. പട്ടാക്കൊണ്ട അത് ഷോർട്ട് നോസ് ആണ്. ഷോർട്ട് നോസ് ഒരു മെയിലാണ്. ഏകദേശം 4-5 കിലോ വെയിറ്റ് വരുന്ന മെയിലാണ്. ഇപ്പോൾ ആൾറെഡി ഉള്ളിലൊരു മെയിലുണ്ട്. ഇത് അടുത്ത് റെസ്റ്റ് വിട്ടിരിക്കുകയാണ്. ഇവരൊരു 10 ദിവസം കഴിഞ്ഞ് ഇവരെ കൊണ്ടുപോയി അവിടെ എണിക്കടാ. അപ്പോൾ ഇവൻ ഒരു 10 ദിവസം റെസ്റ്റ് എടുത്ത് കഴിഞ്ഞാൽ അവിടെ കൊണ്ടുപോയി ബ്രീഡിങ് വിടും. വിട്ട് കഴിഞ്ഞാൽ അടുത്ത ലെവലിൽ ഷോർട്ട് നോസ് ഇറക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് മെയിലുകൾ. മെയിൻ്റനൻസ് എത്രത്തോളം നമ്മൾ ചെയ്യണം. മെയിൽ ഫീമെയിൽ മെയിൽ നമ്മുടെ ഇവിടെ മൊത്തം ഏകദേശം ഒരു 20 മെയിൽ ഉണ്ടാവും. ബ്രീഡിംഗ് പർപ്പസ് മൊത്തം 20 മെയിൽ ഉണ്ടാവും. കൊടുക്കാനുള്ളത് ഉണ്ടാവും. ഫ്രണ്ടിലുണ്ട്. അതങ്ങനെ റൊട്ടേഷൻ പോയിക്കൊണ്ടിരിക്കും. അത് മാക്സിമം ഒരാഴ്ചക്ക് നിൽക്കുള്ളൂ. നമ്മുടെ കൊടുക്കാനുള്ള മെയിലുണ്ടെങ്കിൽ ഒരാഴ്ച നിൽക്കുള്ളൂ. പിന്നെ പുറത്തുനിന്ന് ആരും നമ്മുടെ ഫ്രണ്ട് സർക്കിളിൽ നിന്നും മെയിൽ കൊണ്ടുവരും. വന്നു കഴിഞ്ഞാൽ വാങ്ങിച്ചിട്ട് നമ്മൾ കസ്റ്റമേഴ്സിന് കൊടുക്കും. അങ്ങനെ അത് കണ്ടിന്യൂസ് റൊട്ടേഷൻ പോയിക്കൊണ്ടിരിക്കും. അത് ഏതും ഹോൾഡായിട്ട് ഒരുപാട് ദിവസം കൂടി ഉണ്ടാവില്ല. കുഞ്ഞു ആ വാഹനം തുടങ്ങണം. നമ്മൾ വെള്ളം കൊടുക്കുന്ന സമയത്ത് കഷായം വെള്ളം കൊടുക്കുക. അതായത്
അതിൽ നമ്മൾ ഹെർബൽസ് ഒക്കെ ചെയ്തിട്ട് അത് കഷായം പോലെ മിക്സ് ചെയ്തിട്ട് അതിൽ വെള്ളത്തിൽ തിളപ്പിച്ചിട്ട് ആ വെള്ളം വടിച്ചിട്ട് കോഴികൾക്ക് വെച്ച് കൊടുക്കും. അതായത് നമ്മൾ ഹെർബൽസ് പറയുമ്പോൾ തുളസി, വേമ്പ്, അതുപോലെ പനിക്കൂർക്ക ഇല, മുരിങ്ങയില, പേരണ്ട, അങ്ങനെ ഒരുപാട് ഹെർബൽസ് ഉണ്ട്. ഈ ഹെർബൽസ് എല്ലാം അതേപോലെ കുരുമുളക്, ജീരകം, വെന്തയം, അതേപോലെ ചുക്ക് ഇതൊക്കെ വെച്ചിട്ട് വെള്ളം തിളപ്പിച്ചിട്ട് ആ വെള്ളം ഫിൽറ്റർ ചെയ്തിട്ട് ഇങ്ങനെ മാസത്തിൽ ഒരു 10 പ്രാവശ്യം 15 പ്രാവശ്യം എങ്കിലും വെള്ളത്തിൽ മിക്സ് ചെയ്ത് കൊടുത്തുകൊണ്ടേയിരിക്കും. അങ്ങനെ വരുമ്പോൾ പ്രതിരോധശക്തി നല്ലപോലെ ഉണ്ടാവും. കൂടാതെ നമ്മൾ വാക്സിനേഷൻ ചെയ്യും. അങ്ങനെ വരുമ്പോൾ നമുക്ക് അസുഖത്തിന് കാര്യം പേടിക്കേണ്ട ആവശ്യമേ ഇല്ല. അതെ. ഇറക്കാൻ വേണ്ടി കൈ ഇപ്പം അത് ഇറക്കി